afternoon all. Good afternoon. Good afternoon, Miss. Teacher ഒന്ന് മാറിക്കേറി പോയല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡയറ്ററി സർവീസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? കുറച്ച് സമയം നിങ്ങളെ കളഞ്ഞു, ക്ഷമിക്കണം. ഓക്കെ, ഇപ്പൊ ഡയറ്ററി സർവീസ് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയായിരുന്നോ? കുഴപ്പമില്ല അല്ലെ? വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണ്. നമുക്ക് അറിയാവുന്ന ഒരു മേഖല തന്നെയാണ് അല്ലെ. ഹോസ്പിറ്റലിൽ ഇപ്പൊ പണ്ടത്തെ മാതിരിയല്ല. എന്താണ് പേഷ്യൻസ് മെഡിസിൻസ് മാത്രമല്ല, ഭക്ഷണക്രമം കൂടി പാലിച്ചു കഴിയുമ്പോഴാണ് മെഡിസിൻ കഴിക്കുന്നതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഹോസ്പിറ്റലിൽ മിക്കവാറും ഹോസ്പിറ്റലിലൊക്കെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് സേവനങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മള് പറഞ്ഞു നിർത്തിയത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡയറ്റീഷ്യൻസ് അല്ലെ. ആ ഡയറ്റീഷ്യൻസ് ആർ ഹെൽത്ത് പ്രൊഫഷണൽസ് ideally skilled in implementing and altering good routines of an individual or a population. Okay, ഇപ്പോൾ നമ്മള് അതില് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ്സ് നമ്മൾ കണ്ടു അല്ലെ, എന്തൊക്കെ രീതിയിൽ ലക്ഷ്യങ്ങൾ നേടാനുള്ളത് കണ്ടു. നെക്സ്റ്റ് എടുക്കാറുള്ളത് ഡയറ്റീഷ്യൻസ് ആർ ഹെൽത്ത് പ്രൊഫഷണൽസ് അല്ലെ. പൊതുവെ ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽസ് തന്നെയാണ് ഡയറ്റീഷ്യൻസ്. അവരെന്താ ചെയ്യുന്നത്? ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ആൾട്ടറിംഗ് ഗുഡ് റുട്ടീൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. അതായത് അവിടെ നല്ല ദിനചര്യകൾ അല്ലെ, അവിടെ കൃത്യമായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടേണ്ടതുണ്ട്. അപ്പൊ അനുയോജ്യമായിട്ടുള്ള ഭക്ഷണക്രമം അല്ലെ, അനുയോജ്യമായിട്ടുള്ള ഭക്ഷണക്രമം അത് നടപ്പിലാക്കി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നല്ല ഒരു ജീവിതശൈലി രൂപപ്പെടുത്തി ഓരോ പോപ്പുലേഷൻസിനും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനൊക്കെ ക്രമപ്പെടുത്തി കൊടുക്കുന്ന ഓരോ പ്രൊഫഷണൽസ് ആണ് എന്താ ആരെന്ന് പറയുന്നത്? ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ അതെല്ലാം ക്ലാസ്സിലെടുത്തു. ഒബ്ജക്റ്റീവ്സിന്റെ ആ ഒരു ലാസ്റ്റ് ഇതും ഭാഗങ്ങൾ എടുത്തല്ലേ. സോറി. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. നെക്സ്റ്റ് നോക്കാം, വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. അപ്പൊ എന്താണ് ഡയറ്ററി എന്ന്, അല്ലെങ്കിൽ ഡയറ്റീഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ മോസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രാധാന്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അല്ലെ പറയാതെ തന്നെ അറിയാം. A healthy in self lifestyle can be obtained by sustaining a balanced diet and keeping in a consideration to meet all the essential nutrients needed by the body. അപ്പൊ അതില് കൃത്യമായിട്ടും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി അല്ലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചത് കൊണ്ട് ശരീരത്തിന് ഗുണം ഉണ്ടാകണമെന്നില്ല, ഉണ്ടാവും അല്ല. ഒരുപാട് ഞങ്ങള് നന്നായിട്ട് ഭക്ഷണം കഴിക്കണതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം അല്ലെ, ക്രമപ്പെടുത്തി തന്നെ കഴിക്കണം. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് എസെൻഷ്യൽ ന്യൂട്രീഷ്യൻസ് നീഡഡ് ബൈ ദ ബോഡി. നമുക്ക് മതിയായ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ ശരീരത്തിന് ആവശ്യമാണ് അല്ലെ. അത് നിലനിർത്തിക്കൊണ്ട് പോവുക. അത് നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം ബാലൻസ്ഡ് ഡയറ്റ് അല്ലെ, ഒരു സമീകൃത ആഹാരക്രമം അവിടെ പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആരോഗ്യം നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി, നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി നമ്മൾ രൂപപ്പെടുത്തണമെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഒരു സമയപ്രദ ആഹാര ശൈലി നമ്മൾ കൈകാര്യം ചെയ്ത് അല്ലെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നെക്സ്റ്റ് സെന്റൻസ് എന്താ പറയുന്നത്, എ പ്രോപ്പർ മീൽ പ്ലാൻ ഹെൽപ്പ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയിറ്റ് and to lower the risk of a chronic disease like diabetes, cardiovascular and other types of cancer. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഭക്ഷണക്രമം നമ്മുടെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ബോഡി വെയിറ്റ് അത് അമിതമായിട്ട് ഉണ്ടാവാനും സാധ്യതയില്ല. അതേമാതിരി തന്നെ ലോവർ വെയിറ്റിന് സാധ്യത കുറവാണ് അല്ലെ. അത്തരത്തിലുള്ള റിസ്ക് നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോഴെന്താണ് ക്രോണിക് ഡിസീസസ് അല്ലെ, വിട്ടുമാറാത്ത അസുഖങ്ങൾ, ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ കേട്ടുമായിട്ടുള്ള അസുഖങ്ങളോ ഒന്നും നമുക്ക്, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും ഉണ്ടാകുന്നില്ല. അപ്പൊ എന്താണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ സസ്റ്റെയിനിങ് എ ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് കീപ്പിംഗ് ഇൻ കൺസിഡറേഷൻ ടു മീറ്റ് ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് നീഡഡ് ബൈ ദ ബോഡി. അതായത് ഈ ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, സമീകൃതമായിട്ടുള്ള ഒരു ആഹാര ശൈലിയാണ് നമ്മൾ പാലിക്കണമെങ്കിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള അമിതവണ്ണമോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലോസ് വെയിറ്റോ ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്തത്. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് പറയുന്നത് ക്രോണിക് ഡിസീസസ് അല്ലെ, നമുക്ക് വിട്ടുമാറാത്ത തരത്തിലുള്ള എന്തെങ്കിലും അല്ലെ ജീവിതാന്ത്യം വരെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന രോഗത്തിന് പിടിമുറുക്കം കൊടുക്കാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഡിസീസസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ആൻഡ് അതർ ടൈപ്സ് ഓഫ് ക്യാൻസർ, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ, നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള എപ്പോഴും അല്ലെ, നമുക്ക് എപ്പോഴും എന്തെങ്കിലും മെഡിസിന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകത സമീകൃതമായിട്ടുള്ള ന്യൂട്രിയൻസ് അതായത് പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യകത വരുന്നില്ല എന്ന്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് അല്ലെ, നമുക്ക് ഒരു ഡയറ്റീഷ്യൻ കൃത്യമായിട്ട് തന്നെ എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട മുന്നോട്ട് ചെല്ലുമ്പോൾ അവര് ഒരു ഭക്ഷണ ശൈലി നമുക്കായിട്ട് തരും. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കാർഡിയാക് ഡയറ്റ്. കാർഡിയാക് ഡയറ്റില് പ്രധാനമായിട്ടും വരുന്ന ഭക്ഷണങ്ങൾ അല്ലെ, നമുക്കറിയാം ഒരുപാട് ഭക്ഷണങ്ങളൊന്നും വലിച്ചുവാരി കഴിക്കാനായിട്ട് ഹൃദ്രോഗികൾക്ക് അമിതമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും വലിച്ചുവാരി കഴിക്കാനൊന്നും പാടില്ല. കാരണം കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭക്ഷണക്രമം ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. പിന്നെ അതേമാതിരി തന്നെ ബ്ലോക്കുകൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അല്ലെ. റീനിയൽ ഡയറ്റ്. റീനിയൽ ഡയറ്റ് എന്ന് പറയുന്നത് ഏത് പേഷ്യൻസ് ആയിരിക്കും അറിയാമോ? വൃക്ക. ഓക്കെ, കിഡ്നി സംബന്ധമായിട്ടുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ റീനൽ ഡയറ്റ് ആണ് അവര് പ്രിഫർ ചെയ്യുന്നത്. അതായത് അവർക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിരിക്കും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. ലോ സോഡിയം ഡയറ്റ്. ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ള BP ഉള്ള പേഷ്യൻസിനൊക്കെ ഡോക്ടേഴ്സ് റെഫർ ചെയ്യുന്നതാണ് ലോ സോഡിയം ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ് നമുക്കറിയാം അല്ലെ, ഡോക്ടേഴ്സ് ഇപ്പൊ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്, നിങ്ങൾ ഹാർഡായിട്ടുള്ള ഭക്ഷണം കഴിച്ചോളാൻ പറയോ? ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ പറയോ?
ഇല്ല അല്ലെ. അവര് എന്താ പറയാ, അവര് പറയും സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കാനായിട്ട് പറയുള്ളൂ അല്ലെ. ലോ സോഡിയം സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, കണ്ണോ അങ്ങനെയുള്ള ഭയങ്കര കട്ടി കൂടിയ ആഹാര പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് പറയും കുറച്ച് ദിവസത്തേക്ക് അല്ലെ. 2 ദിവസത്തേക്കൊക്കെ ചിലപ്പോൾ നമുക്കറിയാം അവരുടെ ടൈം ഡ്യൂറേഷൻ ഡോക്ടർ ഡിസ്ക്രൈബ് അല്ലെ വിവരിച്ചു തരും. അതിനനുസരിച്ചിട്ട് തന്നെ നമ്മളത് സോഫ്റ്റ് ഡയറ്റുകളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ദെൻ എന്താണ് ഡയബറ്റിക് ഡയറ്റ്. ഡയബറ്റിക് പേഷ്യൻസിനോട് എന്തായിരിക്കും പറയാ, ഷുഗർ കഴിച്ചോളാനായിരിക്കും പറയാ, ആണോ? ഡയബറ്റിക് പേഷ്യൻസിനോട് അങ്ങനെയായിരിക്കും പറയാ? അല്ല അല്ലെ. ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനോട് നമുക്കറിയാം ഷുഗറിൽ കറക്റ്റ് ആയിട്ട് റെസ്ട്രിക്ഷൻസ് അവര് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. പിന്നെ അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ്, നമുക്ക് പ്രോട്ടീൻ കുറവുള്ള വ്യക്തികളൊക്കെയാണ് എങ്കിൽ അവരോട് ധാരാളം മാംസ്യം അല്ലെ മുട്ടയും പാലും എല്ലാം കഴിക്കാനൊക്കെ ആയിട്ട് ഹൈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്താനായിട്ട് നിർദ്ദേശിക്കും. ദെൻ ലിക്വിഡ് ഡയറ്റ്, നമുക്കറിയാം വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോവുകയും വേണം. ലിക്വിഡ് ആയിട്ടൊക്കെ ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരുള്ളൂ അല്ലെ. അങ്ങനെയുള്ള അവർക്കൊക്കെ ലിക്വിഡ് ഡയറ്റ് അതിൽ എന്തെങ്കിലുമൊക്കെ പ്രോട്ടീൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഭക്ഷണക്രമമായിരിക്കും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. അപ്പൊ പലതരത്തില് ഡോക്ടേഴ്സിന് ഡയറ്റുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് പ്രിഫർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും രോഗികൾക്ക് ഇന്ന ഡയറ്റ് ക്രമീകരണങ്ങൾ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കേണ്ടത് അല്ലെ. ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ ദാറ്റ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രിഫറബിളി ലൊക്കേറ്റഡ്. നമുക്കറിയാം അവര് പ്രിഫർ ചെയ്യുന്നത് അല്ലെ ലൊക്കേഷൻ മുൻകൂട്ടി തന്നെ കണ്ടെത്തിയിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കേണ്ടത്. ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എപ്പോഴും ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ താഴ്ത്ത നിലയിലായിരിക്കും അല്ലെ. അവര് പ്രിഫർ ചെയ്യുന്നത് താഴ്ത്ത നിലയിലായിരിക്കും. The design and the physical facilities of the department have an importance on the standard of food service, labor cost and the morale of employees. അതില് പ്രധാനമായിട്ടും പറയുന്നത് the design and physical facilities of the department have an importance on the standard of food service, labor cost and the morale of employees. പ്രധാനമായിട്ട് എന്താണ് പറയുന്നത്, എല്ലാ സംഭവങ്ങളും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൽ എത്തിപ്പെടേണ്ടതുണ്ട് അല്ലെ. ഫുഡ് സർവീസ് ആണെങ്കിലും കൃത്യമായിട്ട് തന്നെ അത് ഓരോ ഇതുകളിലേക്കൊക്കെ എത്തിപ്പെടേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത് കൊണ്ട് തന്നെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഭക്ഷണത്തിന്റെ ആ ഒരു സേവന നിലവാരം അല്ലെങ്കിൽ തൊഴിൽ ചെലവുകൾ, ജീവനക്കാരുടെ മനോവൈര്യം ഇതെല്ലാം തന്നെ ഇതില് പ്രധാനപ്പെട്ടതാണ്. നല്ല രീതിയിൽ തന്നെ അത് അവർക്ക് എല്ലാവർക്കും എത്തിപ്പെടേണ്ടതുമാണ്. അപ്പൊ ആ രൂപകൽപ്പന ചെയ്യുമ്പോൾ എല്ലാവരും അവിടെ എത്തിപ്പെടണം. നമുക്കറിയാം ആ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. ഒരു ഡാറ്റ സർവീസ് നമ്മൾ നടത്തുകയാണെങ്കിൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കാര്യങ്ങൾ ക്രമീകരണം ചെയ്ത് കിട്ടാനായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കപ്പെടുന്ന അല്ലെ. അത് എത്രയും പെട്ടെന്ന് എങ്ങനെയാണോ എത്തിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കും അല്ലെ. അത് നോക്കേണ്ടതുണ്ട്. then എന്താണ് നല്ലൊരു സർവീസ് അവർക്ക് പ്രദാനം ചെയ്യേണ്ടതുണ്ട്. നല്ല സേവനം ചെയ്താൽ മാത്രമാണ് അവിടെ പേഷ്യൻസ് എല്ലാം തന്നെ അവിടുന്ന് മേടിച്ച് അല്ലെ കഴിക്കാനായിട്ട് താല്പര്യപ്പെടുള്ളൂ. ഗുണമേന്മയുള്ള സർവീസ് ആയിരിക്കണം. then ലേബർ കോസ്റ്റ് ആൻഡ് ദ മോഡൽ ഓഫ് എംപ്ലോയീസ്, അതായത് അവിടെയുള്ള തൊഴിലാളികളാണെങ്കിലും നല്ലൊരു അല്ലെ മര്യാദയുള്ളവരും അങ്ങനെയൊക്കെയുള്ള ദയനീയം എന്താണ് എല്ലാവരോടും കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരൊക്കെ ആണെങ്കിലാണ് എല്ലാവരും തന്നെ അതിലേക്ക് ആ സർവീസ് ആഗ്രഹിക്കുകയുള്ളൂ. അതേമാതിരി തന്നെ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ഒക്കെ നമ്മൾ പരിഗണിച്ചല്ലേ. നമുക്ക് ഒരു അമിതമായിട്ടുള്ള ഒരു ഫിനാൻസ് അതിൽ നിന്ന് ചൂഷണം ചെയ്തെടുക്കുകയാണെങ്കിൽ പേഷ്യൻസ് അല്ലെങ്കിൽ എല്ലാവരും തന്നെ അവിടെ നിന്ന് മേടിച്ച് കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു വരില്ല. അതേമാതിരി തന്നെ അവിടെ തൊഴിലാളികൾക്കും അതിനനുസരിച്ചുള്ള ഒരു ലേബർ കോസ്റ്റ് ഒക്കെ അവിടെയുള്ളവർക്കും കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇതിനനുസരിച്ചിട്ടൊക്കെ ലൊക്കേഷൻസ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോഴും അവിടെയുള്ള വ്യക്തികളൊക്കെ തെരഞ്ഞെടുത്ത് അതിലേക്ക് ഇപ്പോൾ കോർഡിനേറ്റ് ചെയ്യുമ്പോഴൊക്കെ പ്രധാനമായിട്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫിങ്ങുകളുണ്ട്. ആരൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത്? മെഡിക്കൽ സൂപ്രണ്ടന്റ് ഉണ്ട്, അദ്ദേഹത്തിന് കീഴിൽ ചീഫ് ഡയറ്റീഷ്യൻ ഉണ്ട്, പിന്നെ അദ്ദേഹത്തിന് കീഴിൽ ഡയറ്റീഷ്യൻ ഉണ്ട്, സൂപ്പർവൈസർ ഉണ്ട്. സൂപ്പർവൈസറിന് ആണ് കുക്ക് ആൻഡ് ബിയറേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കുക്ക്, ക്ലീനേഴ്സ് എന്ന് പറയുന്നത്. സൂപ്പർവൈസറിന്റെ കീഴിലാണ് എന്താണ് ഭക്ഷണം പാചകക്കാരനും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് കുക്കും വരുന്നത്.
അതേമാതിരി ക്ലീനിങ് സ്റ്റാഫുകളെയാണ് ബെറേഴ്സ്. അദ്ദേഹത്തിന് കീഴിലാണ് ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ വരുന്നത്. അപ്പൊ സൂപ്പർവൈസർ ആണ് ഇവരുടെയൊക്കെ മേലാധികാരികളായിട്ട് വർദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറിന്റെ സേവനം മാത്രമല്ല അവിടെ പ്രധാനമായിട്ടും വരുന്നത്. അവിടെ അതിന്റെ അണ്ടറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ട് അല്ലെ. അവിടെ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ മേലാധികാരിയായിട്ട്. അതിന്റെ താഴെയാണ് ചീഫ് ഡയറ്റീഷ്യൻ വരുന്നത്. പിന്നെ ഡയറ്റീഷ്യൻ ഉണ്ട്, പിന്നെ സൂപ്പർവൈസർ ഉണ്ട്, അതേമാതിരി തന്നെ കുക്കും ബെയറേഴ്സും. കുക്കിനെ അസിസ്റ്റന്റ് ചെയ്യാനുള്ള അസിസ്റ്റന്റ് കുക്കും ക്ലീനേഴ്സും ബെയറേഴ്സിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതായത് ബെയറേഴ്സ് എന്ന് പറയുമ്പോൾ ഫുഡ് ഡെലിവറി ചെയ്യുന്ന വ്യക്തികൾ. ക്ലിയർ ആണോ? ഓക്കെ, ഇതിന്റെയൊക്കെ മിക്കപ്പോഴും എന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അതേമാതിരി തന്നെ ഇതിന്റെ ഹയറാർക്കി അല്ലെ, ഏറ്റവും പോപ്പുലർ ആരാണ്, അതിന് കീഴിൽ ആരാന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ ചോദിക്കാറുണ്ട്. സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നവരാണ് കുക്കും ബെയറേഴ്സ് എന്നുള്ളത്. ആണോ? കേല് റോൾ ഓഫ് ഡയറ്റീഷ്യൻസിന്റെ പങ്ക് അല്ലെ, അവിടെ പ്രധാനമായിട്ടുള്ള പങ്ക് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 4 പ്രധാനപ്പെട്ട റോളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇംപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട റോളാണ് അദ്ദേഹത്തിനുള്ളത്. ആ ഡയറ്റീഷ്യന്റെ റോളില് പ്രധാനപ്പെട്ട ഒന്ന് ഇംപേഷ്യന്റ് കാറ്ററിംഗ് ആണ്. ഇംപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇംപേഷ്യന്റ് എന്ന് പറയുന്നത് ആരാണ്? ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്? അഡ്മിറ്റഡ് പേഴ്സൺസ് അല്ലെ, പേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻപേഷ്യന്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചിലപ്പോ ഡോക്ടേഴ്സ് അല്ലെ ഇത് കറക്റ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യും. ഡയറ്റീഷ്യന്റെയും കൂടി നിങ്ങൾ റഫർ ചെയ്യുന്നുണ്ട്. അവരുടെയും കൂടി കാര്യങ്ങൾ ചോദിച്ച് അല്ലെ ആ ഡോക്ടറെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമം ഈ മരുന്നിനോടൊപ്പം തന്നെ ഫോളോ അപ്പ് ചെയ്താലാണ് നിങ്ങളുടെ രോഗത്തിന് ശമനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അറിയിപ്പുണ്ടാവും. അതിന്റെ ബേസിലായിരിക്കും ഇൻപേഷ്യന്റ് അവരുടെ സേവനങ്ങൾ തേടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് ഒരു ഭക്ഷണക്രമം ഉണ്ടാവും. ഒരു പക്ഷെ അവർ ഡയബറ്റീസ് പേഷ്യന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് പ്രഷറിന്റെ പ്രോബ്ലം ഉള്ള പേഷ്യന്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട മാതിരി റീനലിന്റെ അല്ലെ നമ്മുടെ കിഡ്നി പേഷ്യന്റ് ആയിരിക്കും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിന് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും അല്ലെ, ഡയറ്റീഷ്യൻ പറയുന്ന കാര്യങ്ങൾ കൂടി ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ടാവും. ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മെയിൽ ടു ദ പേഷ്യന്റ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഭക്ഷണക്രമത്തിന്റെ ഒരു പ്രൊവിഷനാണ് ഇവിടെ വരുന്നത്, അവര് ഡീൽ ചെയ്യുന്നത്. Then എന്താ പറയുന്നത്? ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് സഫിഷ്യന്റ് കലോറീസ് കൺസിഡറിംഗ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈൻ ഇൽനെസ്, any extra nutritional needs and the normal food habits of patients in the state. അതായത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് സഫിഷ്യന്റ് കലോറി അല്ലെ ഊർജ്ജം അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഓരോ പേഷ്യന്റും കഴിക്കുന്നത്. അവര് ആ പേഷ്യന്റിന്റെ ആ ഒരു ഭക്ഷണക്രമത്തില് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെ സമീകൃത ആഹാരം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ഇല്ലാണോ അല്ലെ ഡിസീസസ് ആണോ അവർ ഫേസ് ചെയ്യുന്നത് അതിനെ കൺസിഡർ ചെയ്തിട്ട് അല്ലെ അതിനെ പരിഗണിച്ചിട്ടാണ് അവര് മതിയായ ഭക്ഷണക്രമം തയ്യാറാക്കുന്നത്. ഇനി എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് ആൻഡ് ദ നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് പേഷ്യന്റ് ഇൻ ദ സ്റ്റേറ്റ്. ഇൻ കേസ് എന്തെങ്കിലും എക്സ്ട്രാ പോഷക സമൃദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ പേഷ്യന്റിന് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ ഒരു ആവശ്യകതയോടെയും ആവശ്യമുണ്ട് എങ്കിൽ ആ ഒരു ഭക്ഷണക്രമത്തിൽ ആ ശീലത്തിൽ അല്ലെ അവരുടെ ഫുഡ് ഹാബിറ്റ്സിൽ അവരുടെ ആ ഭക്ഷണക്രമത്തിലെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളോടുകൂടി നിർദ്ദേശിച്ചിട്ടായിരിക്കും ഇവർക്ക് ഭക്ഷണം എന്താണ് ഓരോ ടൈം ടു ടൈമിൽ അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്.
ഓക്കെ, ഇൻ പേഷ്യന്റ് കാറ്ററിംഗിൽ നമുക്കറിയാം അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ രോഗിയുടെ രോഗാവസ്ഥയെ അനുസരിച്ചിട്ടായിരിക്കും ഡയറ്റീഷ്യൻ ഭക്ഷണക്രമം തയ്യാറാക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കുമ്പോൾ ഡയറ്റ് കൗൺസിലിംഗ് ആണ്. ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, നമുക്കറിയാം കൗൺസിലിംഗ് നടത്താന്ന് പറയുമ്പോൾ അല്ലെ, അവരെ ഒന്നിച്ച് ചേർന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. Can be given as outpatient diet clinics when patients are referred by a clinicians, dietitians to calculate their dietary needs in view of the body weight. ഓക്കെ, ഇപ്പൊ ഇൻ കേസ് നമുക്കറിയാം ബോഡി വെയിറ്റ് ഒക്കെ കൂടുന്ന പേഷ്യൻസ് ആണെങ്കിൽ അല്ലെ, ക്യാൻ ബി ഗിവൺ ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്സ്. അപ്പൊ നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും അവിടെ ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള പേഴ്സൺസിനാണ് നമ്മൾ ഡയറ്റ് കൗൺസിലിംഗ് ഒക്കെ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. പേഷ്യൻസിന് നമുക്കറിയാം കിടത്തി ചികിത്സിക്കുന്നതോടൊപ്പം തന്നെയാണ് അവര് കൃത്യമായിട്ടുള്ള ഭക്ഷണക്രമം കൂടി കൊടുത്തതിന് ശേഷം അല്ലെ, അവരെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയക്കുമ്പോഴായിരിക്കും ഭക്ഷണക്രമങ്ങളൊക്കെ കൃത്യമായിട്ടൊന്നും കൂടി നിർദ്ദേശിച്ചയക്കുന്നത്. ഇവിടെ ഡയറ്റ് കൗൺസിലിംഗിൽ പ്രധാനമായിട്ട് ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. When patients are referred by a clinician, dietitians to calculate their dietary needs in view of the body weight. അവരുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് അവരുടെ ആവശ്യകത അല്ലെ, ഡയറ്ററിയുടെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഡയറ്റീഷ്യൻസ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അണ്ടർലൈങ് ദ ഡിസീസസ് ഫുഡ് habit, availability and acceptability of various food depending upon the economic condition of each patient. അവിടെ നമുക്കറിയാം ഓരോ പേഷ്യന്റിന്റെ എക്കണോമിക് കണ്ടീഷൻ കൂടിയും പ്രിഫർ ചെയ്തിട്ട് ചിലപ്പോൾ നമുക്കറിയാലോ ചില പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണമെന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഫിനാൻഷ്യലി ഒരു സൗണ്ട് ഉള്ളവരാണോ അല്ലാത്തവരാണെങ്കിൽ ഇന്ന ഘടകങ്ങൾ ഇന്ത്യയിലാണോ ഉണ്ടാവുക, സാധാരണക്കാർക്ക് പറ്റാവുന്ന ഭക്ഷണക്രമം പറ്റാവുന്നവർക്കുണ്ടെങ്കിൽ അത് നിർദ്ദേശിച്ചായിരിക്കും ഇന്ന ഭക്ഷണത്തില് അല്ലെ നമുക്ക് കിട്ടാവുന്ന വലിയ കുഴപ്പമില്ലാതെ ഫിനാൻഷ്യലി ഒരുപാട് ഫിനാൻസ് മടക്കാതെ ഇന്ന പ്രോട്ടീൻസ് അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഫുഡ് ഹാബിറ്റ്സ് അല്ലെ ഭക്ഷണക്രമം നടത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള കണ്ടീഷൻസ് അവർക്ക് അനുയോജ്യമായ രീതിയിൽ നിർദ്ദേശിച്ചയക്കുന്നു. അതാണ് ആക്സെപ്റ്റബിലിറ്റി അല്ലെ, അവർക്ക് അനുയോജ്യമായിട്ടുള്ളത് ഇതനുസരിച്ചിട്ട് ഫുഡ് ഡിപ്പെൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട്. ഇതില് പ്രധാനമായിട്ട് പറയുന്ന ഒരു പോയിന്റ് ആ പേഷ്യന്റിന്റെ എക്കണോമിക് കണ്ടീഷനും കൂടി കൺസിഡർ ചെയ്തിട്ട് അവർക്ക് ഫുഡ് ഹാബിറ്റ്സ് നിർദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. The patients are usually given a diet to be followed by them along with the certain foods either to be discarded or to be preferred. അപ്പൊ നമുക്കറിയാം ചില ഭക്ഷണങ്ങളെല്ലാം അവര് ഉപേക്ഷിക്കേണ്ടതുണ്ടാവും അല്ലെ. ഒരു ഡയബറ്റീസ് പേഷ്യന്റ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു എന്താണ് നമ്മള് ഷുഗർ മസ്റ്റായിട്ടും എന്താണ് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അല്ലെ. ഒരു ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഉപേക്ഷിക്കണമെന്നൊക്കെ, അല്ലെങ്കിൽ ഏത് പേഷ്യന്റ് ആണെങ്കിലും ചിലർക്ക് ഉപ്പായിരിക്കും വർജിക്കേണ്ടതെന്ന് പറയുന്നത്, ചിലർക്ക് എന്താണ് മാംസ്യമായിരിക്കും ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്, ചിലർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഷുഗർ ആയിരിക്കും. എന്താണോ അവര് ഉപേക്ഷിക്കണമെന്ന് പറയുന്ന അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഓർ ടു ബി പ്രിഫേർഡ്, ചിലതൊക്കെ ഉൾപ്പെടുത്തണമെന്നും അവർക്ക് കൃത്യമായിട്ട് തന്നെ ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ നിർദ്ദേശിച്ചയക്കുകയാണ്. അവിടെ കൗൺസിലിംഗിലൂടെയാണ് അത് കൈകാര്യം ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പേഷ്യന്റ് കാറ്ററിംഗും ഡയറ്റ് കൗൺസിലിംഗും ഒക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കമേഴ്ഷ്യൽ കാറ്ററിംഗ് ആണ്. കമേഴ്ഷ്യൽ കാറ്ററിംഗിൽ എടുത്ത് പറയുന്നത് സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് കാന്റീൻ, പ്രൊവിഷൻ ഓഫ് മീൽസ്, ടീ, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ്. അതായത് നമുക്കറിയാലേ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു അല്ലെ ചിലയിടത്ത് ഭക്ഷണങ്ങൾ ഉണ്ടാവും, ചിലയിടത്ത് സ്നാക്സ് മാത്രമൊക്കെ ആയിട്ട് ഉണ്ടാവും, ചിലയിടത്ത് ഇതെല്ലാം അല്ലെ നമുക്ക് ലഭ്യമാകുന്ന കാന്റീൻ സർവീസുകൾ ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാന്റീൻ സർവീസുകൾ ഉണ്ട്. അവിടെ ഒരു എന്താണ് ഒരു വാണിജ്യ ബന്ധം കൂടി എവിടെയുണ്ട്. നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് കാന്റീനിൽ നിന്ന് സേവനം നേടിയെടുക്കാൻ സാധിക്കില്ല അല്ലെ. സാധിക്കുമോ? ഫ്രീ ആയിട്ടാണോ അവർ നമുക്ക് തരുന്നത്? അല്ല അല്ലെ. നമുക്കറിയാം ഒരു ഫിനാൻസ് അവിടേക്ക് കൊടുത്തിട്ടാണ് അല്ലെ. നമുക്കറിയാം മൂല്യമായിട്ടുള്ള സാധനം നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പണം അവിടെ
കൊടുക്കേണ്ടതുണ്ട് നമുക്ക് ആ സർവീസ് നേടിയെടുക്കണമെങ്കിൽ. അതുകൊണ്ടാണ് അവിടെ ഒരു വാണിജ്യ ബന്ധം അല്ലെ, കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ബന്ധം അവിടെ സ്ഥാപിക്കുന്നത്, ഒരു വാങ്ങൽ വിൽപ്പന ബന്ധം അല്ലെ. നമ്മൾ മേടിക്കുന്നവർക്ക് അത് പേയ്മെന്റ് കൊടുത്താൽ മാത്രമാണ് സാധനങ്ങൾ ലഭ്യമാക്കുക. അതുകൊണ്ട് തന്നെയാണ് അവിടെ കമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് അവിടെ പദം ഉപയോഗിച്ചിരിക്കുന്നത്. സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ, സാധാരണയായിട്ട് സ്റ്റാഫുകൾക്ക് ഈ ഒരു സർവീസുകൾ ഇങ്ങനെയുള്ള രീതിയിൽ അവർക്ക് കൊടുക്കാറുണ്ട്. അതായത് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് അല്ലെ, അവര് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ക്യാൻറ്റീനിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് എന്താണ് അവിടെ കൃത്യമായിട്ട് അവര് ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മളും അങ്ങനെ തന്നെ ആ ഒരു പൊസിഷനിലൊക്കെ ആവുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഫുഡുകൾ കഴിക്കും. പ്രൊവിഷൻ ഓഫ് മീൽസ്, ടീ, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് എക്സെട്ര. അവിടെ നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ മീലും അല്ലെ ഭക്ഷണം ഉണ്ടാവും, അതേപോലെ തന്നെ ചായ, സ്നാക്സ് അല്ലെ കൂൾ ഡ്രിങ്ക്സുകൾ എല്ലാം തന്നെ അവിടെ വിതരണം ചെയ്യുന്നുണ്ടാവും. ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്, പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികളിൽ നിന്നും കുറച്ചും കൂടി വില കുറച്ച രീതിയിലായിരിക്കും ക്യാൻറ്റീൻ സർവീസുകൾ ഹോസ്പിറ്റലുകാരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. Then administration can control the quality of a food service. അതായത് ഗുണമേന്മയുള്ള സാധനം തന്നെയായിരിക്കും അവിടെ എപ്പോഴും എന്താണ് അവിടെ ക്വാളിറ്റി, അതായത് നല്ല സേവനങ്ങളിലുള്ള ലക്ഷ്യം അല്ലെ ഒരു പേര് ഉളവാക്കിക്കൊണ്ട് തന്നെയായിരിക്കും അവിടെ കൃത്യമായിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. ഭരണത്തില് അല്ലെ ഭരണ നിർവഹകര് അതിന് പ്രാധാന്യം കൽപ്പിക്കുമെന്നുള്ളതാണ്. Then service can be given to staff, attendants or visitors. അതായത് അവിടുത്തെ സ്റ്റാഫുകൾക്ക് മാത്രമല്ല അവിടെയുള്ള അറ്റൻഡേഴ്സ് അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെല്ലാം തന്നെ അവിടുത്തെ ക്യാൻറ്റീൻ സർവീസുകൾ ഉപയോഗപ്രദമാക്കാനുള്ള ഒരു സാഹചര്യം കൂടി അവര് അലോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഓർത്താൽ മതി, ഹോസ്പിറ്റലിൽ ഒരു ക്യാൻറ്റീൻ സർവീസ്, അവിടെയുള്ള വർക്കേഴ്സ് കഴിക്കുന്നുണ്ട്, വിസിറ്റേഴ്സിന്റെ പേഷ്യൻസിന് കിട്ടുന്നുണ്ട്, നമുക്കൊരു പേയ്മെന്റ് കൊടുത്തിട്ടാണ് അത് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് എല്ലാം അവിടെ ഇച്ചിരി വില കുറഞ്ഞ രീതിയിലാണ് പ്രൈവറ്റ് പാർട്ടിയിൽ നിന്ന് അപേക്ഷിച്ച്. അപ്പം തന്നെ ഗുണമേന്മയ്ക്ക് ഇത്തിരി അല്ലെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡൊക്കെയാണ് അവിടെ സെർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത്. ഹോസ്പിറ്റൽസ് ക്യാൻ ഹാവ് മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻ ഇൻ സർട്ടൈൻ ലൊക്കേഷൻ ലൈക്ക് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി ബ്ലോക്ക് എക്സെട്ര. അതായത് നമ്മൾക്കറിയാം ചലിക്കുന്ന തരത്തിലുള്ള വെൻഡിങ് അല്ലെ, നമ്മൾ ചായയും കടികളും കടിയൊക്കെ ആയിട്ട് ഒരുപാട് ഒരു പ്ലേസിൽ മാത്രം കേന്ദ്രീകരിക്കാതെ ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെൻഡിങ് മെഷീനോട് കൂടിയിട്ടുള്ള സർവീസുകളും ഹോസ്പിറ്റലിൽ ചില ഹോസ്പിറ്റലിലൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ് പ്രധാനമായിട്ടും അത്തരത്തിലുള്ള, അല്ലെങ്കിൽ കാഷ്വാലിറ്റി ബ്ലോക്കിലൊക്കെയാണ് അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ ലഭ്യമാകാറുണ്ട്. ക്ലിയർ ആണോ? നമ്മൾ ചാപ്റ്റർ ആണ് അല്ലെ, കുഴപ്പമില്ലാത്തതാണ്. ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറൊക്കെ വലിയ കുഴപ്പമില്ലാത്തതാണ്. പിന്നെ തേർഡ് പേപ്പറും ഫോർത്ത് പേപ്പറൊക്കെയാണ് ഇച്ചിരി ടഫ് ആയിട്ടുള്ളത്. നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അയക്കണമെന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നോട്ട് ചെയ്യാട്ടോ. സംശയം ചോദിക്കാനൊക്കെ ഇങ്ങനെ ചോദിക്കാം. ഞാൻ സ്പീഡിൽ അറിയാവുന്നത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ചിലർക്കൊക്കെ കുറച്ച് എന്തെങ്കിലും പോയിന്റ്സുകളൊക്കെ അറിയേണ്ടത് എന്തെങ്കിലും നോട്ട് ചെയ്ത് പോകാട്ടോ. ഒരു ഭാഗം കൂടെ എടുത്തോട്ടെ. അപ്പൊ നെക്സ്റ്റ് നോക്കാം, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ hospital staff such as nurses, nursing aides, residents, technicians, cooks, etc. could be educated considering type of foods, balanced diet, caloric values, etc. The department can have in a service teaching programs for the staff. അതായത് നമ്മളിപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് സേവനം ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും നമുക്കറിയാം സർവീസ് ഇതിങ്ങനെ കൊടുക്കുന്നതോടൊപ്പം തന്നെ ചിലവർക്ക് അല്ലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടാവും. ആധികാരികമായിട്ട് നഴ്സിംഗ് ഫീൽഡിലുള്ളവരെ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് അല്ലെ അത് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത്
ഭക്ഷണക്രമത്തിൽ ഇന്ന മെഡിസിൻ കഴിക്കുമ്പോൾ ഈ രോഗികൾക്ക് ഇന്ന ഫുഡ് കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ അലോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഹോസ്പിറ്റൽ സ്റ്റാഫ് സച്ച് ആസ് നേഴ്സ്, നഴ്സിംഗ് എയ്ഡ്സ് അല്ലെ, നഴ്സിംഗിന് ഹെൽപ്പ് ചെയ്യുന്നവര്, അവരെ ഹെൽപ്പ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ റെസിഡൻസ്, ടെക്നീഷ്യൻസ്, കുക്സ് എക്സെട്ര, അവരെല്ലാം തന്നെ പല കാര്യങ്ങളും ഇതിൽ നിന്ന് പഠിച്ചു പോകുന്നുണ്ട്. കുഡ് ബി എഡ്യൂക്കേറ്റഡ് കൺസിഡറിങ് ടൈപ്പ് ഓഫ് ഫുഡ്. ദെൻ എന്താണ് പറയുന്നത്, ബാലൻസ്ഡ് ഡീൽ അല്ലെ, ഇവിടെ ബാലൻസ്ഡ് ഡീൽ എന്നല്ല ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേരെ. ബാലൻസ്ഡ് ഡയറ്റ് കിട്ടിയോ? ബാലൻസ്ഡ് ഡയറ്റ് DIET ആണ്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റില് ഡയറ്റ് തന്നെയാണല്ലേ. ഓക്കെ, ക്ലിയർ ആയിട്ടില്ല തോന്നിയിട്ടാണ്. അപ്പൊ ബാലൻസ്ഡ് ഡയറ്റ്, കലോറിക് വാല്യൂ എക്സെട്ര. അതായത് നമ്മളിപ്പോ ഇത്തരത്തിൽ ഏതെങ്കിലൊക്കെ എന്തെങ്കിലും അല്ലെ ഭക്ഷണക്രമത്തിലൊക്കെ ഏതാണ് സമീകൃതമായിട്ടുള്ള ആഹാരക്രമം എന്താണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഏത് തരത്തിലുള്ള ഫുഡാണ് ഇന്ന പേഷ്യൻസ് കഴിക്കേണ്ടത്, കലോറിക് വാല്യൂ കൂടിയ ഭക്ഷണക്രമങ്ങൾ. നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഫുഡ് അല്ലെ പുതിയ പഴയ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പുതിയ പുതിയ രീതിയിലുള്ള റെസിപ്പികളാണ് എല്ലാവർക്കും താല്പര്യം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ റെസിപ്പിയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും അറിയണമെന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു ആരോഗ്യ മേഖലയിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗികളെ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ന ഭക്ഷണക്രമങ്ങളാണ് നിങ്ങൾ പാലിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം പുതിയ റെസിപ്പി ആയതുകൊണ്ട് ആ ഒരു സ്റ്റൈലിലേക്ക് എല്ലാവരും എത്തിപ്പെടുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം അവിടെ ആവശ്യമാകുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടൈപ്പ് ഓഫ് ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ്, കലോറിക് വാല്യൂസ് ആയിട്ടുള്ള എന്ത് ഭക്ഷണക്രമങ്ങളാണ് ഉള്ളത്, ഇതെല്ലാം തന്നെ അവിടെയുള്ള നഴ്സുമാർക്കും അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാഫുകൾക്കെല്ലാം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ഹാവ് ഇൻ എ സർവീസ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ ദ സ്റ്റാഫ്. അതായത് ടീച്ചിങ് സർവീസുകൾ നമുക്കറിയാം ഡയറ്റീഷ്യന്റെ മേൽനോട്ടത്തിലൊക്കെ ആയിരിക്കും ഈ ഒരു ടീച്ചിങ് ഒക്കെ അല്ലെ അവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ന ഭക്ഷണത്തിന് ഇന്ന കലോറി കുടിച്ചുകൊണ്ട് ഇന്ന ഭക്ഷണക്രമങ്ങളാണ് ഇന്ന പേഷ്യൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടത്. തീർച്ചയായിട്ടും നഴ്സുമാരോടൊക്കെ ചിലപ്പോൾ പേഷ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് അല്ലെ, നമ്മൾ ഇന്ന ഭക്ഷണം കഴിച്ചോട്ടെ, ഇന്ന ഭക്ഷണം കഴിച്ചോട്ടെ, ഇന്ന നേരത്തെ കഴിച്ചോട്ടെ. തീർച്ചയായിട്ടും അവർക്ക് പെട്ടെന്ന് എല്ലായ്പ്പോഴും ഡോക്ടറിന്റെ സേവനം തേടാൻ പറയാൻ പറ്റുമോ? അവർക്ക് മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവര് അറിഞ്ഞിരിക്കണം എന്തൊക്കെ ഭക്ഷണത്തിലാണ് ഇന്ന സംഭവങ്ങളൊക്കെ അടങ്ങിയിരിക്കണം. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ടീച്ചിങ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്നതും ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണെന്ന്. ക്ലിയർ ആയോ? എന്തായാലും വായിച്ചു നോക്കാം. ാണോ? നെക്സ്റ്റിലേക്ക് പോകാം.
ഒരു കാര്യം ചോദിച്ചത് സ്പിലേജ് വേസ്റ്റ് എടുത്തിട്ടില്ലല്ലോ. നെക്സ്റ്റ് എടുക്കാനുള്ളത് ഏത് ഭാഗമാണ്? CSST എടുത്തിട്ടില്ല അല്ലെ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും കുറച്ച് കണ്ടിന്യൂഷൻ വരും. സ്പിലേജ് വേസ്റ്റ് ആണെങ്കിൽ CST നമുക്ക് എടുക്കാം. വലിയ ചാപ്റ്റർ എടുക്കണോ ചെറിയ ചാപ്റ്റർ എടുക്കണോ? ചെറുതാണല്ലേ നമ്മൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ആണെങ്കിൽ ഇപ്പോ ഇനി നമുക്ക് ഫങ്ഷൻസിലേക്ക് നോക്കാം. ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ്, ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്വിപ്മെന്റ്. അതായത് ഓർഗനൈസേഷനിലെ അല്ലെ മുൻകൂട്ടി തന്നെ മെയിന്റനൻസ് എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളൊക്കെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെ പരിഹരിച്ച് അറ്റകുറ്റപ്പണികളൊക്കെ തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട്. സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കോൺസിസ്റ്റന്റ് കോസ്റ്റ്. അതായത് ആ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മിതമായ നിരക്കിൽ തന്നെയായിരിക്കണം ഫുഡൊക്കെ എല്ലാവർക്കും സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്, വിതരണം ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഫംഗ്ഷന് എക്യുപ്മെന്റ് എന്താണ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക, അതായത് അറ്റകുറ്റപ്പണികളൊക്കെ പരിഹരിച്ച് നിർത്തുക. തന്നെ നെക്സ്റ്റ് വരുന്നത് മിതമായ നിരക്കിൽ തന്നെയായിരിക്കണം ഫുഡുകൾ അവിടെ സപ്ലൈ ചെയ്യേണ്ടത്. വൈറ്റ് സ്പെസിഫിക്കേഷൻ, റിസീവ് സപ്ലൈസ്, ചെക്ക് ദെയർ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി സ്റ്റോർ. അതായത് നമുക്ക് അറിയാലോ ഒരു നിശ്ചിതമായിട്ടുള്ള രീതിയിൽ തന്നെ ഓരോന്നോരോ കാറ്റഗറി തിരിച്ച് തന്നെ അവിടെ എന്താണ് സമീകൃതമാക്കി വെക്കണം അല്ലെ. ഓരോ നമുക്കറിയാം ഓരോരുത്തർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അല്ലെ, തെരഞ്ഞെടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും അത് ഒന്നിച്ച് തന്നെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നീക്കി വെക്കേണ്ടതുണ്ട്. then എന്താണ് ചെക്ക് ദെയർ ക്വാണ്ടിറ്റി അല്ലെ, അവിടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണോ അതെല്ലാം ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഗുണമേന്മയുള്ള സാധനങ്ങൾ തന്നെയാണോ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതെല്ലാം തന്നെ അത് നോട്ട് ചെയ്യുക അല്ലെ, വിലയിരുത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനവും അവിടെയുണ്ട്. then make portion assemble and distribute food. ഫുഡിന്റെ കാര്യമാണെങ്കിൽ നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ ഇപ്പൊ അല്ലെ ബ്രേക്ക്ഫാസ്റ്റിന്റേതായിട്ടുള്ള ഒരു സമയക്രമം വരുമ്പോൾ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ ഒരുക്കി വെക്കേണ്ടതുണ്ട് അല്ലെ. അതുമാത്രം തന്നെ ലഞ്ചിന്റെ ടൈമിലും ലഞ്ചും സെപ്പറേറ്റ് ആയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഓരോ അല്ലെ സ്റ്റാഫുകളോ അല്ലെങ്കിൽ പേഷ്യൻസോ റിലേറ്റീവ്സോ ഒക്കെ ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് തന്നെ അവിടെ ഒരുക്കി വെക്കണം. അത് അസംബിൾ ചെയ്ത് അല്ലെ എല്ലാം ഒരുപോലെ തന്നെ ഒന്നിനൊന്ന് ചേർന്ന് അല്ലെ ഫുഡിനനുസരിച്ചിട്ടുള്ള കറികൾ അതിനോട് ചേർന്ന് തന്നെ അസംബിൾ ചെയ്ത് ഒരുക്കി വെക്കണം. തന്നെ ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് നമ്മൾ വിതരണം ചെയ്യുകയും ചെയ്യണം അല്ലെ, ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള രീതിയിൽ വിതരണം ചെയ്യണം. നെക്സ്റ്റ് നോക്കുമ്പോൾ ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷൻ നീഡ്സ് ഓഫ് പേഷ്യൻസ്. ഞാനിങ്ങനെ എടുത്തു പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇടയ്ക്ക് ചോദിക്കണോ? ടീച്ചേഴ്സ് ഒക്കെ ചോദിച്ചു വിടാറുണ്ടോ? സ്പീഡിലാണോ പോണത് സ്ലോയിലാണോ പോണത്? നിങ്ങൾക്ക് കുറച്ച് ക്യാച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാനാണ്. കുറച്ചും കൂടി കറക്റ്റാണോ? കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ തന്നെ പോവാം. ഞാനിങ്ങനെ എടുത്തു പോകുമ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയുന്നത് കറക്റ്റ് ആണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. മേക്ക് പോർഷൻ പറഞ്ഞു. ദെൻ ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷൻ നീഡ്സ് ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ പോഷകത്തിന് ആനുസര്യമായിട്ടുള്ള രീതിയിലുള്ള റെസിപ്പികളൊക്കെ വികസിപ്പിച്ചു കൊണ്ടുവരണം. അതായത് അവിടെയുള്ള പേഷ്യൻസിന്റെ അല്ലെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലെ സേവനത്തിന് വേണ്ടിയിട്ട് ഓരോ പേഷ്യന്റും വരുന്നത് അല്ലെ. ഇപ്പൊ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്കറിയാം കൃത്യമായിട്ട് മെഡിസിനൊപ്പം തന്നെ അവരുടെ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ മുന്നിൽ ചെല്ലേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള റെസിപ്പികളൊക്കെ ഡെവലപ്പ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ടു ഇൻസ്ട്രക്ട് അബൌട്ട് ഹൗ ഡയറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് ഡിസീസസ്.
അപ്പൊ നമുക്ക് ചിലപ്പോ അറിയാതെ ഓരോ ഡിസീസസിനും വ്യത്യസ്ത തരത്തിലുള്ള ഡിസീസസ് ആണ് അല്ലെ. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ഡയറ്റ് അത് അവരെന്താണോ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ നിർദ്ദേശിച്ചതനുസരിച്ചിട്ട് തന്നെ ആ വ്യക്തികൾക്ക് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ വിവിധ രോഗാവസ്ഥയിൽ നിന്നുള്ള അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടുള്ള രോഗിയുടെ ദൈനംദിന ഭക്ഷണക്രമങ്ങൾ അവിടെ പാലിക്കപ്പെടേണ്ടതുണ്ട്. അത് കൃത്യമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അവിടെ ഏത് തരത്തിലുള്ള രോഗിയാണോ ആ രോഗിക്ക് അനുസൃതമായിട്ടുള്ള ഭക്ഷണം തന്നെയായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. Then to follow the everyday diet pattern of a patient to meet their needs throughout the various disease conditions. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പേഷ്യന്റിന്റെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് തന്നെയായിരിക്കും അല്ലെ. ഇമ്പോർട്ടന്റ് റോളാണ് നമ്മൾ പറഞ്ഞ ട്രീറ്റ്മെന്റ് അനുസരിച്ചിട്ടുള്ള ഭക്ഷണക്രമം കൊടുക്കണമെന്നുള്ളത്. ഏത് ഡിസീസസ് ആണോ ആ ഡിസീസിന് അനുസരിച്ചിട്ട് ഡോക്ടർ നിർദ്ദേശിച്ച തരത്തിലുള്ള ഭക്ഷണം കൊടുക്കണം അല്ലെ. ഇപ്പൊ എപ്പോഴും നമുക്കറിയാം എവരിഡേ ഡയറ്റ് പാറ്റേൺ ഓഫ് പേഷ്യൻസ് എല്ലാ ദിവസവും ആ ഡയറ്റ് പാറ്റേൺ ചിലപ്പോൾ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ. അവരുടെ ആവശ്യകതകളുണ്ട് വേരിയസ് ഡിസീസസുമായി ബന്ധപ്പെട്ട്. അതിനനുസരിച്ചിട്ടുള്ള ഡെയിലി അവരുടെ എവരിഡേ ഡയറ്റ് പ്ലാനില് അത് സ്വീകാര്യമാക്കി നടപ്പാക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. then എന്താ പറയുന്നത് എവരിഡേ ഫംഗ്ഷൻ ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു പ്രിപ്പയർ മീൽസ് and snacks for the patients who are admitted to the hospital. These meals are prepared by strict guideline of the physician's written orders. അതായത് നമ്മളിപ്പോ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോ എന്തൊക്കെ സ്നാക്സ് ആണോ അല്ലെങ്കിൽ എന്തൊക്കെ മീൽസ് ആണോ നമ്മൾ ഇന്നത്തെ ഭക്ഷണക്രമത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്, തീർച്ചയായിട്ടും ഫിസിഷ്യൻസ് അത് റിട്ടൺ ഓർഡറിൽ തന്നെ ഉൾപ്പെടുത്തി കൊടുക്കുന്ന തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളായിരിക്കണം. എന്താണ് അവരുടെ ഗൈഡ് ലൈൻസിനുള്ള ഭക്ഷണക്രമങ്ങളായിരിക്കണം അത് ഫോളോ ചെയ്ത് പോകേണ്ടത്. ദീസ് മീൽസ് ആർ പ്രിപ്പയർഡ് ബൈ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ഓഫ് ദ ഫിസിഷ്യൻസ് റിട്ടൺ ഓർഡേഴ്സ്. ഫിസിഷ്യൻസിന്റെ റിട്ടൺ ഓർഡറിലുള്ള ഗൈഡ് ലൈൻസിന് അനുസൃതമായിട്ടുള്ള ഭക്ഷണക്രമങ്ങളാണ് അല്ലെങ്കിൽ സ്നാക്സും സംഭവങ്ങളൊക്കെയാണ് അവിടെ വിതരണം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നത്. ഓക്കെ, അപ്പൊ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും ഫിസിഷ്യൻസ് എന്തെങ്കിലും റിട്ടേൺ ആയിട്ടുള്ള ഓർഡറിൽ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ, അധികം ഞാൻ എടുക്കുന്നില്ല, അതുവരെ പോയിന്റ്സ് നോക്കിയാൽ മതി. ബാക്കിയുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ടെസ്റ്റ് വായിച്ചു നോക്കാം. Ma'am, diet counseling the last ഒന്ന് പറഞ്ഞുതരും. Patients are usually given a diet to be followed by the along with the certain foods either to be discarded or to be preferred എന്നുള്ളത്. അത് എന്താണ് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മള് ഡിസ്കാർഡ് ചെയ്യണം അല്ലെ, ഉപേക്ഷിക്കണമെന്ന് ചിലത് പറയുന്നുണ്ട്. അതുമാതിരി തന്നെ അത് ഉപേക്ഷിക്കണം. അത് ചിലപ്പോ നമ്മള് കൗൺസിലിംഗ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ആണ്, അപ്പൊ അവര് വീട്ടിലേക്ക് പോകും. ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഒരു ഡോക്ടറെ വീട്ടിലേക്ക് പോകും അല്ലെ. അപ്പൊ പേഷ്യന്റിനെ നിർത്തിക്കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും അവര് ഇന്ന ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം, ഉപ്പ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഷുഗർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ നമ്മളത് ഉപേക്ഷിക്കേണ്ടതാണ്. ഓർ ടു ബി പ്രിഫേർഡ്, ചിലത് പ്രിഫർ ചെയ്യും, നിങ്ങൾ ഇന്ന ഭക്ഷണങ്ങൾ അതെ അല്ലെ, നിങ്ങൾ പാല് കഴിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അപ്പൊ അതായത് പ്രോട്ടീൻസ് ഒക്കെ കഴിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിലത് പ്രിഫർ ചെയ്യും അല്ലെ, കൂട്ടി ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കും, ചിലത് ചെയ്യും പറയും ഉപേക്ഷിക്കുന്നത് പറയും. ഓക്കെ, താങ്ക്സ്. ഒരു സംശയം മാം, ഈ മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ് ഇതിന്റെ ഇതെന്ന് പറഞ്ഞല്ലോ, ഹെഡ് എന്ന് പറയുന്നുണ്ടല്ലോ, അദ്ദേഹം അപ്പൊ അത് ഡയട്രീഷ്യൻ തന്നെയാണോ, അത് അദ്ദേഹമാണോ ക്വാളിഫിക്കേഷൻ? ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി പോലെ ഇരിക്കും. ഓക്കെ ഓക്കെ, പറയാം ഡയറ്റീഷ്യൻ അതാണ് അതിന്റെ പ്രത്യേകത. ഫെസിലിറ്റീസിൽ ഹോസ്പിറ്റലിന് അതിന്റേതായ ഫെസിലിറ്റി ക്രമം പോലെ ഇരിക്കും ഓരോരുത്തരുടെ ആ ഒരു പൊസിഷൻ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ാണോ? നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്.